നിരഞ്ജനം നിത്യമനന്തരൂപം ഭക്താനുകമ്പാധൃതവിഗ്രഹം വൈ ഈശാവതാരം പരമേശമീഡ്യം തം രാമകൃഷ്ണം ശിരസാ നമാമി. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവത്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഞാനൊരു പ്രഭാഷണത്തിന് തയ്യാറെടുത്ത് വന്നതല്ല. ഞാൻ ആപ്തരോഗൻ സ്വാമിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാന്ന് എനിക്ക് തോന്നി. അത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. എന്താണ് അരമണിക്കൂർ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നോട് അരമണിക്കൂർ സംസാരിക്കാനാണ് പറഞ്ഞത്. പക്ഷെ സ്വാമിജിയുടെ ഗുരുവിനാൻ സ്വാമിയുടെ ആജ്ഞ അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയണം. എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി. ദൈവികമായിട്ടുള്ള അനുഭവമല്ല, എനിക്കൊരു ശകാരം കേട്ടു. അപ്പോൾ അത് സ്വാമിജി പറഞ്ഞ ഇതിന് അടിവരയിടുന്ന ഒരു ശകാരമാണ് എനിക്ക് കിട്ടിയത്. ശകാരം കിട്ടിയത് ശാന്താനന്ദ സ്വാമിയുടെ അടുത്തു നിന്നാണ്. ഹോളി മദറെ ശുശ്രൂഷിച്ചിട്ടുള്ള ശാന്താനന്ദ സ്വാമി വൃന്ദാവനത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്ത് എനിക്ക് പോകാൻ സാധിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ, വേറെ ബന്ധുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് പോയത്. പക്ഷെ ഇവിടെ പോകുന്നതിന് മുമ്പ്, മദ്രാശി വിടുന്നതിന് മുമ്പ്, അന്ന് എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ചെറുപ്പമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ യതീശ്വരൻ സ്വാമിയുടെ ശിഷ്യന്മാരാണ്, ഞങ്ങളുടെ കുടുംബം മുഴുവൻ. അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഭക്തൻ, ഞങ്ങൾക്കൊക്കെ വളരെ ബഹുമാനീയനായിട്ടുള്ള ഒരു ഭക്തൻ, ഒരു എൽഡർലി ഡിവോട്ടി, അദ്ദേഹം എന്നെ പറഞ്ഞു, ഞാനാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത്, അധികം സ്ത്രീകളാണ്. അപ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കുട്ടികളുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നെ നല്ലോണം മുറുക്കി വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നാണം കുടുങ്ങി നിൽക്കാൻ പാടില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ സ്വാമിമാരോട് പറയണം, എന്നിട്ട് ശാന്താനന്ദ സ്വാമി പോയി കാണണം എന്ന് പറഞ്ഞു എന്നോട്. പക്ഷെ അതോടൊപ്പം പറയണം, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ യതീശ്വരൻ സ്വാമിയുടെ ശിഷ്യനാണെന്ന് പറയണത്. അപ്പോൾ സ്വാമി കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതായി അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അറിവുകേട് കൊണ്ട് ആദ്യം പോയി നമസ്കരിച്ചു. മഹാരാജ്, I am coming from Madras. All our family are initiated by Yadishwaranandaji. ഉടനെ എൻ്റെ നേരെ നോക്കിയിട്ട് സ്വാമി പറഞ്ഞു, You see, we are all the disciples of Sri Ramakrishna. You see, അത് വലിയൊരു that was a reprimand, ഒരു ഭയങ്കര ശാസനയായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്വാമിയെ നമസ്കരിച്ചു. സ്വാമി കുറച്ചു നേരം ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളൊക്കെ പോന്നു. പക്ഷേ അത് വലിയ എൻ്റെ ഒരു കണ്ണ് തുറക്കലായിരുന്നു. അത് പിന്നീട് ഞാൻ ഗുരുപൂർണിമയ്ക്ക് കേട്ടുള്ള പ്രസംഗങ്ങളൊക്കെ, തപസ്യാൻ സ്വാമിയുടേതടക്കം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു വിശ്വാസം എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ ഉറപ്പായി വന്നു. നമുക്കൊരു ഗുരുവുണ്ട്, ആ ഗുരു ശ്രീരാമകൃഷ്ണദേവനാണ്. എന്തുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ യുഗത്തിലെ അവതാരമാണ്. ഓരോ ഗോസ്പലിൽ ഓരോ ആളുകൾ, ഇപ്പോൾ ബ്രഹ്മസമാജക്കാരെ ഒക്കെ വന്നിട്ട് സ്വാമിജിയോട് ശ്രീരാമകൃഷ്ണദേവനോട് സംസാരിക്കുന്ന കാലത്ത് ശ്രീരാമകൃഷ്ണദേവൻ പറയും, നമ്മളാരാണ് പഠിപ്പിക്കാൻ, നീ ആരാണ് പഠിപ്പിക്കാൻ? നോക്കൂ, പഠിപ്പിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ നമ്മുടെ ഇടയിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഭഗവാൻ തരുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്കൊക്കെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, നമുക്ക് എല്ലാം തന്ന് രക്ഷിക്കുന്നയാളാണ് ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ബ്രഹ്മസമാജക്കാർ പ്രത്യേകിച്ച് എന്തെല്ലാം നമുക്ക് തന്നിരിക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ വിഭൂതികളെയാണ് സാധാരണ സ്തുതിക്കുക. ഭഗവാൻ തന്ന വിഭൂതികൾ, നമുക്ക് തന്നിട്ടുള്ള ഐശ്വര്യങ്ങൾ. പക്ഷേ സ്വാമിജി ശ്രീരാമകൃഷ്ണദേവൻ പഠിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ തന്നെ അവതാരമെടുത്ത് വരുന്നു. ഇത് നമുക്ക് വിശ്വാസമാവില്ല, പെട്ടെന്ന് വിശ്വാസമാവില്ല. ഈശ്വരൻ നമ്മുടെ ഇടയിൽ നടക്കുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദൂരെ എങ്ങോ ഇരിക്കുന്ന ഒരു ചൈതന്യമല്ല, ഒരു ശക്തിയുള്ള ഒരാളല്ല. പക്ഷേ ഭഗവാൻ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ എല്ലാ കാലത്തും അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവതാരങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യക്കേട് കൊണ്ട് നമ്മൾ അവതാരങ്ങളുടെ കഥകളൊക്കെ പുരാണങ്ങളിൽ വായിച്ച് നമ്മൾ കോൾമയിൽ കൊള്ളാറുണ്ട്. പക്ഷേ അവരുടെ ബാഹ്യമായിട്ടുള്ള ശക്തിയാണ് നമ്മളധികം ഓർക്കാറ്. പക്ഷേ ബാഹ്യമായിട്ടുള്ള ശക്തികളല്ല അദ്ദേഹത്തിന്, അവരുടെ സിദ്ധികളല്ല വാസ്തവത്തിൽ ഒരു അവതാരത്തെ അവതാരമാക്കുന്നത്. എന്താണ് അതിനെ അവതാരമാക്കുന്നത്? അതിന് ശ്രീരാമകൃഷ്ണദേവൻ പറയും, നമുക്കൊരു പശുവിൻ്റെ നിന്ന് നമുക്ക് എന്താ ഏറ്റവും അധികം ആവശ്യം? പാലാണ്, അതിൻ്റെ അകിടാണ്. അപ്പോൾ അതുപോലെ ഈ മറ്റേ ഭഗവാന്റെ ഈ ബ്രഹ്മത്തിൻ്റെ അകിടാണ് ഈ അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ പശുക്കുട്ടിയാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശുക്കുട്ടിയുടെ പോലെ ആ തൃഷ്ണ നമുക്കുണ്ടെങ്കിൽ, അത്രയും ദാഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ അവതാരത്തെ അങ്ങനെയാണ് സമീപിക്കുക. വാസ്തവത്തിൽ ശാരദാൻ സ്വാമി എഴുതിയ വളരെ വിസ്തൃതമായിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവചരിത്രം വായിച്ചാൽ അറിയാം. നോക്കൂ, എല്ലാ അവതാരങ്ങളും റെഡീമേഴ്സായിട്ടാണ് വന്നത്. ദർ ഈസ് ദ റെഡീമിങ് പവർ. റെഡീമിങ് പവർ, റെഡീം എന്നുള്ള വാക്ക് അധികം ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ശാരദാൻ സ്വാമി അതിന് പറയുന്നത് ഗുരുശക്തിയാണ്. ഗുരുശക്തി, ഗുരുവിൻ്റെ ശക്തി. എന്താണ് ഗുരുവിൻ്റെ ശക്തി? നമ്മളെ നിമിഷ നേരം കൊണ്ട്, ഒരൊറ്റ സ്പർശം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് നമ്മളെ എങ്ങനെയാണോ ഈ സംസാര സാഗരത്തിൻ്റെ അപ്പുറം നിർത്താൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള ശക്തിയാണ് ഗുരുവിൻ്റെ ശക്തി. അങ്ങനെയുള്ള ഗുരുശക്തിയുടെ അവതാരങ്ങളാണ് എല്ലാ അവതാരങ്ങളും. നമുക്ക് ഇത് പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആദ്യം ഈ കഥ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. വാസ്തവം അങ്ങനെ പറ്റുള്ളൂ. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കഥയല്ലേ കേട്ടിരിക്കുന്നത്. കൃഷ്ണൻ ഗോവർദ്ധനോദ്ധാരം ചെയ്തത്, അല്ലെങ്കിൽ ശ്രീരാമൻ രാവണവധം നടത്തിയത്, ശ്രീകൃഷ്ണൻ കുവലയാപീഠത്തിനോടും മറ്റേ ചാണൂര മുഷ്ടികന്മാരോടും യുദ്ധം ചെയ്ത് നല്ലോണം വർണ്ണിച്ച് പറയും പലരും. നമ്മൾ ജ്ഞാനാനന്ദ സരസ്വതി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കേട്ടിരുന്ന് പോകും. കുട്ടിക്കാലത്ത് ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ മുഗ്ധനാണ്. എന്താ വെച്ചാൽ നമുക്ക് ഓരോ മൂവ്മെൻറ്റും അദ്ദേഹം വിവരിച്ച് പറയും. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ശക്തിയാണ്, ഭഗവാന്റെ ബാഹ്യമായിട്ടുള്ള ശക്തികളാണ്. പക്ഷേ വാസ്തവത്തിൽ ആരാണ് ശ്രീകൃഷ്ണൻ? നോക്കൂ, ഗീതാപദേശം നൽകിയ ആളാണ് ശ്രീകൃഷ്ണൻ. ഗീതാചാര്യനാണ്, അല്ലെങ്കിൽ ഉദ്ധവരുടെ ആചാര്യനാണ്. പക്ഷെ ഗീതാചാര്യൻ എന്ന് പ്രത്യേകം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ പറയും, ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഒരു പൊതുവായിട്ടുള്ള എല്ലാവരോടുമുള്ള ഒരു ഉപദേശമുണ്ട്. അതുപോലെ ഓരോ ശിഷ്യന്മാരോടും വേറെ വേറെയുള്ള ഉപദേശമുണ്ട്. ഈ പൊതുവായിട്ടുള്ള മാനവരാശിക്ക് മുഴുവൻ എല്ലാവർക്കും വ്യക്തിത്വങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എന്താണ്, ആബാല വൃദ്ധ ജനങ്ങൾക്കും യാതൊരു പണ്ഡിത പാമര വ്യത്യാസമെന്നേ ഒരു സന്ദേശം ഭഗവാൻ നൽകിയത് ഗീതയിലാണ്. ഉദ്ധവനോടുള്ള ഉപദേശം, ഉദ്ധവനോട് മാത്രമായിരുന്നു ആ പ്രത്യേക സന്ദർഭത്തിൽ. അത് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല. വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ നൽകിയിട്ടുള്ള ഉപദേശങ്ങളൊന്നും അങ്ങനെ കാണില്ല. അത് മറ്റേ അധ്യാത്മരാമായണത്തിലേ കാണുള്ളൂ. അത് പിന്നീട് എഴുതി ചേർത്തതാണോ അതോ ശ്രീരാമചന്ദ്രൻ്റെ കാലം മുതൽക്ക് പരമ്പരയാ വന്നിട്ടുള്ള ഒരു ഗുരു പരമ്പര ആരോ രചിച്ചതായിരിക്കാം അധ്യാത്മരാമായണം. അധ്യാത്മരാമായണത്തിലുണ്ടല്ലോ രാമഹൃദയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അവതാരം വരുന്ന സമയത്ത് മറ്റുള്ള അവതാരങ്ങളൊന്നും അപ്രസക്തമാകുന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ ജനിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബാഹ്യമായിട്ടുള്ള ഐശ്വര്യവും ഇല്ലാത്തതാണ്. മാത്രമല്ല ഭഗവാൻ ഒരു കുട്ടിയുടെ സിംപ്ലിസിറ്റി ആയിരുന്നു. കുട്ടികളെ നമുക്കൊക്കെ ഇഷ്ടമാവും, പക്ഷെ നമ്മൾ കാര്യമായിട്ട് എടുക്കില്ല. ഒരു കുട്ടി നമ്മളടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് എടുക്കില്ല, അവനെ കളിയാക്കി പറഞ്ഞയക്കും. അപ്പോൾ കുട്ടികളുടെ സിംപ്ലിസിറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് ശ്രീരാമകൃഷ്ണദേവന് കുട്ടികളുടെ സിംപ്ലിസിറ്റി ആയിരുന്നു. കൊച്ചു കുട്ടികൾക്ക് വീട്ടിൽ പനി പിടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ചോദിക്കും, എപ്പോഴാണ് എനിക്ക് പനി മാറുക, എപ്പോഴാണ് എനിക്ക് സ്കൂളിൽ പോകാറാവുക എന്ന് ചോദിക്കും. അതുപോലെ ഭഗവാന്റെ കൈ ഒരിക്കൽ ഒടിഞ്ഞു. ഭഗവാന്റെ കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു സ്പ്ലിൻറ്റ് ഇട്ടിട്ട് അത് രണ്ട് കോല് വെച്ച്, അങ്ങനെയാണല്ലോ, രണ്ട് പട്ടിക വെച്ച് കെട്ടി കഴുത്തി ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഭഗവാന് വേദനയുണ്ട്.
ഇടയ്ക്ക് ഇളകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കില്ല ഭഗവാൻ ഇങ്ങനെ എണീറ്റ് നടക്കും, കുട്ടികളെ പോലെ എല്ലാവരോടും സംസാരിക്കും. ചില വേദന തോന്നുമ്പോൾ ചോദിക്കും എൻ്റെ വേദന എപ്പോഴാണ് മാറുകയെന്ന്. അധിക നേരമൊന്നും മനസ്സ് ദേഹത്തിൽ നിൽക്കില്ല. മനസ്സ് ഈ ദേഹത്തിൽ തൻ്റെ കൈ എന്തിനാണ് ഒടിഞ്ഞതെന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട്. അത് മറ്റേ നിർവികൽപ സമാധിയിലേക്കാണ് ഭഗവാന്റെ സ്വതവേ ഭഗവാന്റെ മനസ്സിൻ്റെ ആകർഷണം. അത് പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. നമുക്കൊക്കെ ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തിന് മനസ്സ് നിർത്താൻ എന്തൊരു വിഷമാണ്. ലൗകിക കാര്യങ്ങളാണെങ്കിൽ പിന്നെ സാധിച്ചു എന്ന് വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇന്ന് ചെയ്ത് തീർക്കണമല്ലോ 4 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഈശ്വരനിൽ മനസ്സ് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ നോക്കും, മനസ്സ് അതിൻ്റെ സ്വാഭാവികമായ ഗതി തന്നെ ഈശ്വരനിലേക്കാണ്. അപ്പോൾ വളരെ ബലം പ്രയോഗിച്ച് മനസ്സ് പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ മനസ്സ് ഒരിക്കലല്ല എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സ് ഈ മഹാസമാധിയിൽ നിർവികൽപ സമാധിയിൽ ലയിച്ച സമയത്ത് ഭഗവാൻ വീണത്. അത് എന്തിനാണ് വീഴ്ത്തിയത്? താൻ വീണതല്ല, ദേവിയാണ് തൻ്റെ ആ കൈ ഒടിഞ്ഞ സമയത്ത് നിങ്ങൾ ഗോസ്പൽ വായിക്കുന്നവർക്ക് അസലായിട്ട് അറിയാം. ഭഗവാൻ ഒരു പാട്ടും പാടും, അമ്മേ ഇതെന്താ എൻ്റെ വീട്ടിൽ അമ്മ കണ്ണ് മിഴിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ വീട്ടിൽ ഈ കൊള്ള, എന്താണ് ഈ വീട്ടിൽ ഈ കൊള്ള എന്ന് പറഞ്ഞാൽ ഞാൻ താൻ വീണില്ലേ, പെട്ടെന്ന് വീണില്ലേ, തന്നെ അവിടുന്നല്ലേ നോക്കുന്നത്. എൻ്റെ ഓരോ പിന്നെ എന്താണ് അമ്മ ഇത്ര വിജിലൻ്റായിട്ട് ഇരുന്നിട്ട് പോലും, അമ്മ ഇത്ര ജാഗ്രതയോടുകൂടി ഇരുന്നിട്ട് പോലും ഞാൻ എന്തേ വീണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനെ പിടിച്ച് നിർത്താനാണ്. അപ്പോൾ ഈ ഭഗവാൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ കൈ കാണിച്ചിട്ട് പലരും വരുന്നുണ്ടെങ്കിൽ അയാൾ ചോദിക്കും, നോക്കൂ എൻ്റെ കൈ പൊട്ടിഞ്ഞിരിക്കുന്നു, ഇത് ഭേദാവോ? ഭഗവാന് സൂക്കേട് പിടിച്ചാൽ പനി പിടിക്കുകയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഭഗവാൻ ചോദിക്കും, പലരും മരുന്ന് കഴിഞ്ഞാൽ വല്ല മരുന്നുണ്ടോ ഇതിന് എന്നൊക്കെ ചോദിക്കും. അല്ലാതെ അധികം മാറ്റിയിരുന്നു. ഇതാണ് കുട്ടികളുടെ നിഷ്കളങ്ക ഭാവം. അപ്പോൾ ബ്രഹ്മാൻ സ്വാമി അന്ന് രാഘാലാണ്, ബ്രഹ്മാൻ സ്വാമിയാണ് ശ്രീരാമകൃഷ്ണനെ നോക്കാനായിട്ട് ദക്ഷിണേശ്വരത്ത് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ ഒരു കുട്ടിയല്ലേ, 18-19 വയസ്സായ കുട്ടിയല്ലേ, ഇത് കണക്ക് തൻ്റെ ഗുരു അവതാര പുരുഷൻ. അത് എല്ലാവരോടും ചോദിക്കണം, കൈ വേദനിച്ച് എൻ്റെ കൈ ഒടിഞ്ഞു പോയിന്ന്. ഈ കൈ ഒടിഞ്ഞത് വേണ്ടാന്ന് വയ്ക്കാൻ വയ്യാത്തൊരു തരം ഈശ്വരനുണ്ടോ ഈ ലോകത്തിൽ? നോക്കൂ, ക്രിസ്തുവിനെ മറ്റേ കുരിശിൽ തളർത്തി കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചില്ലേ, നോക്കൂ ഇതാ ദൈവപുത്രനാണെന്ന് പറയുന്നു, അയാൾക്ക് ഈ അങ്ങനെയാണെങ്കിൽ അയാൾ ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. ഇത് അത്രയൊന്നും പ്രയാസമുള്ള കാര്യമല്ലോ. കൈ താൻ വീഴാതെ നോക്കേണ്ടത് അത് ഭഗവാന് സാധിക്കില്ലെന്നാണോ? അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കൈയിൻ്റെ മീതെ ഒരു ഭഗവാന്റെ വേഷ്ടി അവിടെ മേൽമുണ്ട് അതിൻ്റെ മീതെ വലിച്ചു താഴ്ത്തും. പിന്നെയും കൈ പുറത്തേക്ക് വരും. പിന്നെയും മറ്റേ വരുന്നവരോടൊക്കെ ഭഗവാൻ ചോദിക്കും. അപ്പോൾ മറ്റേ ബ്രഹ്മാൻ സ്വാമിക്ക് ദേഷ്യം വരുമ്പോൾ കണ്ട് ചീത്ത പറയും. നീ എന്താ ചീത്ത പറയണേ? എനിക്ക് കൈ വേദനിച്ചിട്ടല്ലേ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ബ്രഹ്മാൻ സ്വാമി അപ്പോൾ ഭഗവാൻ സ്വയം പറയാണ്, അമ്മയോട് പറയണേ, നോക്കൂ രാഘാൽ പിണങ്ങിപ്പോവും എന്നോട് ഞാനിങ്ങനെ ശകാരിച്ചത്, പക്ഷെ പിണങ്ങിപ്പോകട്ടെ, എന്താ വിരോധം? അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നെക്സ്റ്റ് മൊമെൻ്റ് എന്താ പറയണെച്ചാലോ, അയ്യോ എന്നാലും അവൻ ഈ സംസാരത്തിൽ ദഹിക്കുമല്ലോ, ഈ സംസാരാഗ്നിയിൽ ദഹിക്കുമല്ലോ, ഈ ദുഃഖങ്ങളൊക്കെ അവൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് നോക്കുമ്പോൾ എനിക്കൊരു ദയ. നോക്കൂ, ബ്രഹ്മാൻ സ്വാമിയോട് പോയി തോന്നുന്ന ദയ നമ്മളോടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഭഗവാൻ, എല്ലാവരോടും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ആ ദക്ഷിണേശ്വരത്തെ ആ മുറിയിൽ ഇരുന്നിട്ട് വർത്തമാനം പറയാൻ തുടങ്ങിയത്. എത്ര നേരം വേണമെങ്കിലും വർത്തമാനം പറയും. തീരെ വയ്യാതെയായിട്ടാണ് കിടക്ക എല്ലാവരും തളർന്നു. ഭഗവാൻ അല്പം പോലും റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. മറ്റേ ഭഗവാന് തൊണ്ടയിൽ വ്രണം വന്നു. അങ്ങനെയാണ് അർബുദത്തിൻ്റെ ആദ്യത്തെ തുടക്കം അങ്ങനെയാണ്, തൊണ്ടവേദനയായിട്ട്. അത് അപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ തൊണ്ടയിൽ പുരട്ടാനായിട്ടൊരു മരുന്ന് കൊടുത്തു. അത് മാത്രമല്ല, തൊണ്ടയിൽ പുരട്ടുന്ന സമയത്ത് ഒരാൾ പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും ഭഗവാൻ. അത് മാത്രമല്ല, മിണ്ടാതെ ഇരിക്കണം, സംസാരിക്കരുത്. തന്നെ അതിന് ക്ലർജിമാൻസ് ത്രോട്ട് എന്നാണ് അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് അതിനെ ഡയഗ്നോസ് ചെയ്ത. ക്ലർജിമാൻസ് ത്രോട്ട് എന്നാണ്.
ഈ തൊണ്ടയിൽ മാറാത്ത വ്രണം വരുന്നത്. ക്ലർജിമെൻ എന്താ ചെയ്യുക? മറ്റേ പള്ളിയിലെ വികാരികളൊക്കെ നിർത്താതെ സംസാരിക്കണ്ടേ, അവർക്ക് ഓരോ ഇതിൽ പോയി പ്രീച്ച് ചെയ്യണ്ടേ. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഭഗവാൻ ചെയ്തിരുന്നത്, എല്ലാവരോടും സംസാരിച്ചിരുന്നു, നിർത്താതെ സംസാരിക്കും. അപ്പോൾ ആരെന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ക്ഷീണിച്ചു കഴിഞ്ഞാലും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഭഗവാന് ആരെങ്കിലും ഉറങ്ങാൻ നിർബന്ധിക്കും. അപ്പോൾ ഭഗവാൻ കിടന്ന് ഉറങ്ങും മാത്രമേ ഉള്ളൂ. പിന്നെ ആരുടെയെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ ഉടനെ എണീക്കും. അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ ദൂരെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഠാക്കയെന്നോ എവിടുന്നോ വന്നതാണ്. ഠാക്ക പറഞ്ഞാൽ കിഴക്കൻ ബംഗാളിൽ നിന്ന് മറ്റോ വന്നതാണ്. അദ്ദേഹം ഭഗവാനെ കാണാനായിട്ട് വന്നു. ഭഗവാൻ ഈ മറ്റേ മിണ്ടാതിരിക്കണമെന്ന് കുട്ടികളോട് മിണ്ടാതിരിക്കണം, പനി പിടിച്ച് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവില്ലേ, ആ റെസ്റ്റ്ലെസ്നെസ് മുഴുവൻ ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ അയാളോട് വർത്തമാനം പറയാൻ തുടങ്ങി. അത് പറഞ്ഞു, നോക്കാം എന്നോടേ എല്ലാവരും അപരിചിതനാണ് കേട്ടോ, പരിചയമുള്ള ആളൊന്നുമല്ല, അപരിചിതനായിട്ടൊരു മനുഷ്യനാണ്. നോക്കാം എന്നോട് ഇവരൊക്കെ പറയുന്നത് മിണ്ടാതിരിക്കണം, സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ഠത്തിലെ വ്രണം കൂടുതലാവും, വേദന കൂടുതലാവും, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്ന് എന്നെ താക്കീത് ചെയ്യുന്നു. എല്ലാവരും പറയും എന്നോട്. പക്ഷേ എങ്ങനെയാണ് ഇത്ര ദൂരെ നിന്ന് ഒരാൾ വരുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത്? ഒരു അവസാന കാലത്ത് ഭഗവാൻ കോശിപ്പൂരിലേക്ക് മാറിയല്ലോ. കോശിപ്പൂരിലേക്ക് മാറി കൽക്കട്ടയും കൊണ്ടുപോയിട്ട് അദ്ദേഹം ഷ്യാംപൂപ്പൂരും 2-2.5 മാസം, പിന്നെ അവിടെ നിന്ന് കോശിപ്പൂരും. അവസാന കാലം ഭഗവാൻ കോശിപ്പൂർ ഗാർഡൻ ഹൗസിലാണ്. കൽക്കട്ടയിൽ പോയവരൊക്കെ അവിടെ പോയി അത് കാണും. അവിടെ വെച്ചിട്ടാണ് ഭഗവാന്റെ കുരിശുമരണം ഉണ്ടായത്. മാഷയും പറയണതാണ് കേട്ടോ. അല്ല കുരിശിൽ അദ്ദേഹത്തിന് അതിന് തളച്ചില്ല. പക്ഷെ അങ്ങേയറ്റം സഫർ ചെയ്യുന്നു. ആ സമയത്ത് ഒരാൾ വന്നു. നമുക്ക് ഭയങ്കര വേദനയാണ്. നമുക്ക് ആലോചിക്കാൻ വയ്യ. ഈ വ്രണം തൊണ്ടയിൽ വന്നിട്ട് ദ്വാരങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഒരു അല്പം റവക്കഞ്ഞി, അകത്തേക്ക് ആ റവ പാലിലിട്ട് വേവിച്ചുള്ള കഞ്ഞി, അതിന് സാഗോ ഇട്ട് വേവിച്ച കഞ്ഞി, സാഗോ കഞ്ഞി, അത് ഭഗവാന് ഇറക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് സമയത്ത് പുറത്തേക്ക് വരും, ചുമയ്ക്കും, കഫവും രക്തവും ഒക്കെ ആയിട്ട് അവിടെ വരും. അതിനകത്ത് കിടക്കും ആ പാത്രത്തിൽ. അങ്ങനെയുള്ള ഈ ആളോട് സംസാരിക്കുകയാണ്. അപ്പോൾ സമാധി ഒരിക്കലും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. സമാധി വന്നു കഴിഞ്ഞാൽ രക്തം മുഴുവൻ ശിരസിലേക്ക്, ഈ കണ്ഠത്തിലേക്ക് പോവും. അപ്പോൾ അതൊക്കെ അവിടെ മുറിവ് കൂടുതലാവും, അത് ഉണങ്ങില്ല. അപ്പോൾ ഈ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചത് അയാളൊരു സാധകനാണ്, ഒരു വളരെ ആത്മാർത്ഥമായിട്ടുള്ള സാധകനാണ്. അയാൾ പറഞ്ഞു, അയാൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് യോഗി പോസ്റ്ററിനെ പറ്റിയിട്ട്. അപ്പോൾ ഭഗവാൻ അത് കേട്ടിട്ട് ഭഗവാൻ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ മെത്തയിൽ ചമ്പ്രം പടിഞ്ഞിരുന്നു. ആ ഇരുന്ന ഉടനെ അദ്ദേഹത്തിന് യാതൊരു യോഗനിലയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ മനുഷ്യൻ ഇത്രകാലമായി കഷ്ടപ്പെടുന്നത്, എന്നിട്ട് അവസാനം ഒരു ആസനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടാണ് അത് കിട്ടാതെ പോകുന്നത്. ആ ഭഗവാൻ അയാൾക്ക് വേണ്ടി ഇത് കാണിച്ചു കൊടുക്കാനായിട്ട്, ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ചമ്പ്രം പഠിച്ചിരുന്ന ഉടനെ അദ്ദേഹം സമാധിയിൽ ലയിച്ചു പോയി അദ്ദേഹത്തിൻ്റെ മനസ്സ്. അത് വിവേകാനന്ദ സ്വാമികൾ പ്രത്യേകം ഈ ഒരു കഥ, ഈ ഒരു ഇൻസിഡൻറ്റ് വിവേകാനന്ദ സ്വാമികൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. നോക്കൂ, അവിടെ യാതൊരു സ്വാർത്ഥത്തിൻ്റെ ലേശം പോലും ഇല്ല. ഇതാണ് അവതാര പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അവതാരത്തിൻ്റെ കാരുണ്യമാണ് നമ്മുടെ അതിൻ്റെ എന്താ പറയുക, ഏറ്റവും വലിയ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായത് കോശിപ്പൂരിൽ വെച്ചിട്ടാണ്. ജാനുവരി 1-ാം തീയതി 1886 ജാനുവരി 1-ാം തീയതി. അന്ന് വന്നവർക്കൊക്കെ ഭഗവാൻ സ്പർശം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് ഭഗവാൻ ഇത് നൽകാൻ സാധിക്കും, ജ്ഞാനം നൽകാൻ സാധിക്കും, ആധ്യാത്മികമായ ഉദ്ദീപനം ഉണ്ടാക്കാൻ സാധിക്കും. കുണ്ടലിന് പെട്ടെന്ന് മേലോട്ട് കയറും. അങ്ങനെയുള്ള സമയം അങ്ങനെ ഭഗവാൻ ഒരു തൊടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ കർമ്മങ്ങളൊക്കെ ഭഗവാനിലേക്ക് പോയി എന്നാണ്. ഒരു അവസാന കാലത്ത് ഇങ്ങനെ ഒരു അവതാരം ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെ ഈ അവതാരത്തിൻ്റെ
ശക്തിയാണ്, ഗുരുശക്തിയാണ് ഈ ഭഗവാന്റെ ശിഷ്യ പരമ്പരയിലൂടെ പ്രവഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുതിയ അവതാരത്തിൻ്റെ ആവശ്യം വന്നത്? ക്രിസ്ത്യാനികൾക്ക് ഒരൊറ്റ അവതാരമേ ഉള്ളൂ. ഒരു ദൈവത്തിൻ്റെ പോലെ ഒരു അവതാരം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഉണ്ടായിട്ടേ ഇല്ല വേറെ ഒരു ഇൻകാർണേഷൻ, ഒരൊറ്റ ഇൻകാർണേഷൻ. അതുകൊണ്ട് കഴിയില്ലല്ലോ. ഭഗവാന്റെ സൃഷ്ടി പറഞ്ഞ അനന്താണ്. അപ്പോൾ ഭഗവാൻ പിന്നെയും പിന്നെയും അവതരിക്കുന്നു. അങ്ങനെ ഈ കാലത്ത് അവതരിച്ചു. എന്തിനാണ് ഈ കാലത്ത് അവതരിച്ചത് ഭഗവാൻ? ഈ അവതാരത്തിലൊന്നും വിശ്വാസമില്ലാത്ത നമുക്ക് ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കാലത്ത് അവരുടെ അച്ഛനമ്മമാർ ദേവകി വസുദേവന്മാരും ദശരഥനും കൗസല്യയും ഒക്കെ ജന്മങ്ങളോടും കാശ്യപനും അതിഥിയായിരുന്നു. പിന്നെയും പിന്നെയും ജനിക്കുകയാണ്. അവർ ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായതാണ്. ഭഗവാൻ തന്നെ വന്ന മകനായിട്ട് ജനിക്കുകയാണ് ചെയ്തത്. ശ്രുതിരാമനോ ചന്ദ്രമണി ദേവിയോ ഭഗവാൻ അവതരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഭഗവാൻ അങ്ങോട്ട് വരികയാണ് ചെയ്തത്. ശ്രുതിരാമന് ഒരു ദർശനം ഉണ്ടായി ഗയയിൽ വെച്ചിട്ട്. അദ്ദേഹം ശ്രാദ്ധം കൂട്ടാൻ പോയതാണ്, പിതൃക്കൾക്ക് ശ്രാദ്ധം കൂട്ടാൻ പോയതാണ്. അവിടെ വെച്ചിട്ട് ഗയയിൽ വെച്ചിട്ട് ഭഗവാൻ ഒരു സാക്ഷാൽ ഗദാധരൻ, ഗയയിലെ ഈശ്വരൻ പ്രതിഷ്ഠ മൂർത്തി സ്വപ്നത്തിൽ വന്നിട്ട് ഗദാധരനോട് ശ്രുതിരാമനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ മകനായിട്ട് ജനിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താ ശ്രുതിരാമൻ പറഞ്ഞത്? അത് എൻ്റെ മകനായ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമാണ്. അങ്ങേ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കുക? അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. 2 തവണ ഉണ്ടായി ഈ ദർശനം. അതിന് മുമ്പ് ശ്രീരാമൻ്റെ ദർശനം ഉണ്ടായി, രഘുരാമൻ്റെ. ശ്രീരാമൻ ഒരു ദൂരെ ഒരു ദിക്കിൽ പോയിട്ട് നടന്നു വരികയായിരുന്നു. ഭഗവാന്റെ ശ്രീരാമദേവൻ്റെ അവതാരത്തിന് മുമ്പ് അന്നൊക്കെ നടന്നല്ലേ പോകാൻ പറ്റുള്ളൂ, ബസ്സൊന്നും ഇല്ലല്ലോ. ഒരു ദിക്കുന്ന ഓരോ ആവശ്യത്തിന് വേണ്ടി ദൂരെ ഒരു ദിക്കിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് വെയിലത്ത് ഭയങ്കര ചൂട് തോന്നി. അപ്പോൾ ഒരു മരത്തിൻ്റെ തണലത്തിരുന്നു. എന്നിട്ട് അപ്പോൾ ഇരുന്നിരുന്ന് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. അപ്പോൾ അപ്പം ഭഗവാനൊരു ദർശനം ഉണ്ടായി, ഈ ശ്രുതിരാമനൊരു ദർശനം ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ്റെ ശ്രീരാമചന്ദ്രൻ പറയാണ്, നോക്കൂ, ഞാനിവിടെ കിടപ്പുണ്ട്, കുറച്ചപ്പുറത്ത് ഞാനിവിടെ കിടപ്പുണ്ട്, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് പട്ടിണിയാണ് ഞാൻ. അപ്പോൾ നീ എന്നെ കൊണ്ടുപോയിട്ട് വീട്ടിൽ പ്രതിഷ്ഠിച്ചിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ തരണം, എന്നെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും ശ്രുതിരാമൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ആഹാരത്തിന് അറിയാലോ, അദ്ദേഹത്തിന് ഡേറെ പറഞ്ഞ സ്ഥലത്ത് ധാരാളം സ്ഥലമുണ്ടായിരുന്നു. അവിടെ സുഖമായിട്ട് കഴിഞ്ഞു കൂടിയായിരുന്നു. അപ്പോഴാണ് കള്ളക്കേസ് തൊട്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഓടിച്ചത് അവിടുത്തെ ജമീന്ദാർ, രാമാനന്ദറ എന്ന് പറഞ്ഞിട്ടുള്ള ജമീന്ദാർ. എന്നിട്ടാണ് അദ്ദേഹം കാമാർപൂരിൽ വന്നത്. അപ്പോൾ ആ ലാഹാമാർ അദ്ദേഹത്തിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിന് അര ബീഘ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 10-30 സെൻറ്റ് ഉണ്ടാവും. ആ ബീഘ നിലം കൊടുത്തു. അതിൽ കൃഷി ചെയ്ത് അതിൻ്റെ വരവുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതുപോലെ ഈ പ്രീസ്റ്റ്ലി ആയിട്ടുള്ള ഡ്യൂട്ടിക്ക് വേണ്ടി പോകും, ഓരോ പുരോഹിത വൃത്തിക്ക്. ആ പുരോഹിത വൃത്തി ഒന്നും കൊണ്ടുകൊണ്ട് കിട്ടുന്ന ദക്ഷിണ, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. അദ്ദേഹത്തിന് 3 കുട്ടികൾ ഇപ്പോൾ തന്നെയുണ്ട്. പിന്നെ വേറെ വഴിക്ക് മക്കളെ നമുക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കടം മേടിച്ചിട്ട് ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ട് എൻജിനീയറെങ്കിലും ആക്കാം, ദരിദ്രനാണെങ്കിലും. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, പക്ഷേ എൻ്റെ മകനെ എൻജിനീയർ ആക്കാണ്. അന്ന് അങ്ങനത്തെ പോസിബിലിറ്റീസ് ഒന്നുമില്ല. അദ്ദേഹം ഇവർ ബ്രാഹ്മണരായതുകൊണ്ട് പുരോഹിതബുദ്ധി മാത്രമേ ഉള്ളൂ. പഠിപ്പിക്കാം, ശാസ്ത്രങ്ങളും ഇതൊക്കെ പഠിപ്പിക്കാം. പള്ളിക്കൂടത്തിൽ പോയിട്ട് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അന്ന് പബ്ലിക് സ്കൂളില്ല, മെക്കോളയുടെ സ്കൂളുകൾ സർവത്ര വന്നു കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പാണ് അപ്പോൾ പറഞ്ഞു വരണ്ടാന്ന്. പിന്നെ അവർ ഉണർന്നു നോക്കിയപ്പോൾ കുറച്ച് ദൂരെ ഒരു സാളഗ്രാമശില വെക്കുന്നുണ്ട്. അതാണ് രഘുവീരശില. ഇപ്പോഴും കാമാർപൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ആ രഘുവീരശില നമുക്ക് കാണാം. ഭഗവാന്റെ ജന്മസ്ഥാനത്ത് അത് വെച്ചിട്ടുണ്ട്. ആ രഘുവീരൻ അങ്ങനെയാണ് വന്നത്. എന്നാലും ഭഗവാൻ വന്നു. എന്തിനാണ് ഭഗവാൻ വന്നത് നോക്കും. ഇവിടെ ഒരൊറ്റ മനുഷ്യർക്ക് ഈശ്വരനെ വേണ്ടാത്ത കാലമാണ്. ഈശ്വരനില്ല എന്ന് പറയുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ എവിടെയോ ഒരു പ്രപഞ്ച ചൈതന്യം ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു എന്ന് വലിയ ഇംഗ്ലീഷ് വാക്കൊക്കെ പറഞ്ഞ്
ആളുകൾ പ്രസംഗിക്കുന്ന കാലം. പിന്നെ ഇപ്പം എന്താ വേണ്ടത്? സ്വാമിജി മുമ്പ് പറഞ്ഞ പോലെ ധനം, കാമിനി കാഞ്ചനം, അതിൽ കവിഞ്ഞൊന്നും ധാരാളം ധനം, ക്യാപിറ്റൽ ഈസ് പവർ, മണി ഈസ് പവർ. അപ്പോൾ ധാരാളം പണം ഉണ്ടാക്കുക. മറ്റേ നിങ്ങളെ ഒരു എന്താണ് ഒരു പണിയും ചെയ്യില്ല എന്ന് വെച്ചാൽ, നിങ്ങൾ ഈശ്വരനെ വിചാരിച്ചും കൂടി ഇരിക്കുകയാണെന്ന് വെച്ചാൽ യു ആർ എൻ അൺപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ. നിങ്ങളൊന്നും പണം ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ മൂല്യം എക്കണോമിക്സാണ്, മൂല്യം ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിലൊരു സ്ഥാനമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നിലയ്ക്ക് മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊണ്ട് അളക്കാവുന്ന യൂട്ടിലിറ്റേറിയൻസ് എന്നാണ് പറയുന്നത്. എന്താ ഒരു വസ്തുവിൻ്റെ മൂല്യം? ഒരു വസ്തുവിൻ്റെ മൂല്യം അതിൻ്റെ മറ്റേ ചന്തവിലയാണ്. ഒരു വസ്തുവിൻ്റെ മൂല്യം അതിൻ്റെ ചന്തവിലയാണ്. അപ്പം നിങ്ങൾക്കൊന്നും മൂല്യമില്ല, നിങ്ങൾക്ക് സ്വസിദ്ധമായ മൂല്യമില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ, നിങ്ങൾ പണം ഉണ്ടാക്കുമെങ്കിൽ, നിങ്ങളുടെ ലേബർ നിങ്ങൾ പണമാക്കി മാറ്റുമെങ്കിൽ, ചന്തവിലയായിട്ട് മാറ്റുമെങ്കിൽ, എങ്കിലും നിങ്ങൾക്ക് അതല്ലേ വാസ്തവത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് ആയാലും ക്യാപിറ്റലിസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ മെറ്റീരിയൽ ഫിലോസഫി, ഭൗതികമായിട്ടുള്ള ഈ ദർശനത്തിൻ്റെ അടിത്തറ ഇതല്ലേ. അവിടെയാണ് ഭഗവാൻ വന്നിട്ടുണ്ട്. ഭഗവാൻ അമ്മ മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കും, ഭഗവാന്റെ ഒരു ജീവിതം ദക്ഷിണേശ്വരത്തൊക്കെ വന്നു നിന്നിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കാമിനി കാഞ്ചനങ്ങളെ പറ്റി യാതൊരു വിചാരവുമില്ല. പണം ഉണ്ടാക്കാമെന്ന് തന്നെ വയ്യ. അതിന് മനുഷ്യരെ പഠിപ്പിക്കാനായിട്ടായിരിക്കാം അമ്മ ഒരു പ്രത്യേക ഇത് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞാൽ പണം കൈകൊണ്ട് തൊടാൻ വയ്യ. അത് വലിയ മറ്റേ എന്താണ് സംശയാലുക്കളായിട്ടുള്ള എന്താ പറയുക, സ്കെപ്റ്റിക്സ് ആയിട്ടുള്ള ആളുകളെ പരീക്ഷിച്ചു. വിവേകാനന്ദ സ്വാമി പരീക്ഷിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമി മാത്രമല്ല, വേറെയും പലരും ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കിടക്കയുടെ അടുത്തോ ഭഗവാൻ തൊടുന്ന വല്ലോടത്തും ഒരു നാണ്യം വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ തൊടാൻ സാധിക്കില്ല, തേള് കുത്തുന്ന പോലെ. എന്താണ് ചെയ്തത്? ഭഗവാൻ നമ്മ അകത്തിരുന്നിട്ട് ഭഗവാനെ കൺട്രോൾ ചെയ്യണം. ഈശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞൊരു സിദ്ധിയുണ്ട്. ഈശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ഇന്ദ്രിയങ്ങളെ മുഴുവൻ നോക്കും. നമ്മളെ ഇന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈശിത്വം എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളെല്ലാം വളരെ ലളിതമായി സ്വാഭാവികമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിൻ്റെ മേലുള്ള അധികാരം, നമ്മൾ രാജാവാകുന്നു, മനുഷ്യൻ്റെ ബുദ്ധി രാജാവാകുന്നു. ഇതൊക്കെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഭൃത്യന്മാരാകുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞത് കേൾക്കും. വേണമെങ്കിൽ കേൾക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാം. പക്ഷേ ഭഗവാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ഈശിത്വം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിദ്ധിയുണ്ട്. ആരും പറഞ്ഞില്ല ഭഗവാൻ അങ്ങനെ ഈശിത്വം എന്ന് പറഞ്ഞ സിദ്ധിയുണ്ട്. ആരാണ് ഭഗവാനെ നിയന്ത്രിച്ചിരുന്നത്? ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന അമ്മ. ഭഗവാൻ പറയും, ഇതിൽ പറഞ്ഞ ഞാൻ വിവേകാനന്ദ സ്വാമി ഒരുപാട് സ്തുതിക്കും എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട്. അപ്പം വിവേകാനന്ദ സ്വാമിക്ക് ദേഷ്യം വരും. രമ്പാറ സിംഗർ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് സ്തുതിക്കുക. അപ്പോൾ പറയും, അങ്ങനെ എന്താ എല്ലാവരെയും പറ്റി എന്നെ പറ്റിയിട്ട് അതും ഇതൊക്കെ സാധാരണ കാര്യങ്ങളൊന്നുമല്ല പറയുക. ഈ മറ്റേ ഈ എന്താണ് അന്ന് വലിയൊരു ഇൻ്റലക്ച്വലായിരുന്നത് കേശവചന്ദ്രസേന. കേശവചന്ദ്രസേനകളിലൊക്കെ എത്രയോ മടങ്ങ് മഹത്വം നരേന്ദ്രനുണ്ട്. ഇദ്ദേഹം സാധാരണ ഒരു താമരപ്പൂവാണ് കേശവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രൻ സഹസ്രതല അല്പമാണ്. ഭഗവാൻ എവിടെയും പോയിട്ട് വരും. ഉല്ലേഖം എന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഒന്നിപ്പിട്ട് ഒന്നായിരിക്കും. മത്സ്യങ്ങളിൽ നീണ്ട കണ്ണുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള രോഹിത മത്സ്യമാണ് എന്നൊക്കെ ഭഗവാൻ ഒരുപാട് ഭഗവാനെ കവിത പറയും നരേന്ദ്രനെ പറ്റി ആലോചിച്ചാൽ. അപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കും. അപ്പോൾ പറയും, കുഞ്ഞെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല, അമ്മ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അമ്മ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈശ്വരൻ ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനാണ് ഭയപ്പെടേണ്ടത്? അപ്പോൾ ആ ഈശ്വരൻ്റെ പരമ്പരയായിട്ടാണ്, ആ ഭഗവാന്റെ ശിഷ്യ പരമ്പരകളിൽ വരുന്നത് ആ ശക്തിയാണ്. മറ്റുള്ള അവതാരങ്ങൾക്ക് ഇല്ല എന്നല്ല പറയുന്നത്, ആ ശക്തിയുണ്ട്. പക്ഷേ ഇത്ര വിശാലമായിട്ട്
വാരി വിതറിയിരിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അത് ആധുനിക അവതാരമാവുന്നതുകൊണ്ട് അതാണ് അത് പാശ്ചാത്യ ദേശങ്ങളിലേക്കും പോകുന്നത്. സർവത്ര അത് പോകുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ഗുരുശക്തിയാണ് നമ്മളിൽ കൂടി ഇതാവുന്നത്. ഞാൻ അരമണിക്കൂർ പ്രസംഗിച്ചു. സ്വാമി ആരതിക്ക് റെഡിയായി. ഓം സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.